കായംകുളം ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന കേന്ദ്രമായ മിസ്പയിൽ ഓണാഘോഷം നടന്നു. ആഘോഷ പരിപാടികൾ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം മിസ്പയിൽ ഈ വർഷത്തെ ഓണാഘോഷം നടന്നു. ആഘോഷ പരിപാടികൾ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. ഇതിലേറെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ശോഭ ടീച്ചറിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഭിന്നശേഷി സ്പെഷ്യൽ സ്കൂളിൻ്റെ ടീച്ചർ എന്നുള്ള നിലയിൽ ടീച്ചറിന് സംസ്ഥാന അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ടീച്ചറിനെ ഞാൻ ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചറിനെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് മാത്രമേ വരുള്ളായിരുന്നു. അത് ടീച്ചറൊന്നും പറഞ്ഞില്ല. അപ്പം അതേറെ സന്തോഷമാണ്. നമ്മുടെ സംസ്ഥാന അവാർഡ് നമ്മുടെ ഈ സ്കൂളിലെ ഇവിടുത്തെ ടീച്ചറിന് വേണ്ടി കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച്, കായംകുളത്തെ സംബന്ധിച്ച്, കായംകുളം നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ടീച്ചറിനെ ഞാൻ ഈ വേദിയിൽ അനുമോദിക്കുകയാണ്. മിസ്പ ഡയറക്ടർ പാസ്റ്റർ ബി സജി സ്വാഗതം പറഞ്ഞു. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് വാങ്ങിയ സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷിനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ കേശുനാഥ്, വൈസ് ചെയർമാൻ ആദർശ്, പാലമുറ്റത്ത് വിജയകുമാർ, ബി വർഗീസ്, ആശിഷ് ബേബി, ഡോക്ടർ ഗീത, എസ് ശേഖർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ നടത്തിവരുന്ന ഒരു സംരംഭമാണ് ഓണാഘോഷ പരിപാടികൾ. അതിന് നേതൃത്വം കൊടുക്കുന്നത് പേരൻസും വിദ്യാർത്ഥികളും സ്റ്റാഫും മാനേജ്മെൻറ്റും എല്ലാവരും ചേർന്നുള്ളതാണ്. ഈ വർഷം ഇന്നേ ദിവസം ഞങ്ങളതിൽ വിപുലമായ രീതിയിൽ അതിൻ്റെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളുണ്ട്. മാത്രമല്ല ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുന്ന നിരവധി പേര് ഇതിനോടകം ഇവിടെ എത്തുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കായംകുളം നിയോജക മണ്ഡലത്തിലെ MLA, കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പി ശശികല, വൈസ് ചെയർമാൻ ആദർശ്, മറ്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ ചെയർപേഴ്സൺസും ഒക്കെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കായംകുളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും മറ്റ് ഉന്നതരായിരിക്കുന്ന പല ആൾക്കാരും നാട്ടുകാരും ഒക്കെ ഈ പ്രോഗ്രാമിന് സംബന്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 400-ലധികം ആൾക്കാരെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വിഭവസമൃദ്ധമായിരിക്കുന്ന ഒരു സ്നേഹസദ്യ, ഓണസദ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി മിസ്പ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞങ്ങൾ ഈ സദ്യ നടത്തുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിരിക്കുന്ന നിമിഷമായിട്ട് ഞങ്ങൾ കരുതുന്നു. മിസ്പയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.